സംസ്ഥാനത്ത് മുന്നറിയിപ്പ് നൽകാതെ 11 ട്രെയിനുകൾ റദ്ദാക്കി. നാഗർകോവിൽ കന്യാകുമാരി ഡിവിഷനുകളിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. 14 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി കഴിഞ്ഞു. അവധിക്കാലം തുടങ്ങിയ പശ്ചാത്തലത്തിൽ വേണ്ടത്ര മുന്നറിയിപ്പ് കൊടുക്കാതെ ട്രെയിനുകൾ റദ്ദാക്കിയത് നിരവധി യാത്രക്കാരെ വലച്ചു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് റെയിൽവേ ഇങ്ങനെ അറിയിപ്പില്ലാതെ ട്രെയിനുകൾ റദ്ദാക്കിയത്? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. അതായത് നാഗർകോവിൽ കന്യാകുമാരി സെക്ഷനുകളിൽ അറ്റകുറ്റപ്പണി നടത്തുമെന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ട്രെയിനുകൾ റദ്ദാക്കുന്ന കാര്യം ഏറ്റവും ഒടുവിലാണ്, അതായത് ഇന്ന് പുലർച്ചെ മാത്രമാണ് ട്രെയിനുകൾ റദ്ദാക്കുന്നത് സംബന്ധിച്ച ഒരു അറിയിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. 11 ട്രെയിനുകളാണ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുള്ളത്. അതോടൊപ്പം 14 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. റദ്ദാക്കിയ 11 ട്രെയിനുകൾ ഇവയാണ്: കൊച്ചുവേളി നാഗർകോവിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ്, നാഗർകോവിൽ കൊച്ചുവേളി, തിരുനെൽവേലി നാഗർകോവിൽ, നാഗർകോവിൽ തിരുനെൽവേലി, നാഗർകോവിൽ കന്യാകുമാരി അൺറിസർവ്ഡ് എക്സ്പ്രസ്സുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം കന്യാകുമാരി കൊല്ലം മെമു, കൊല്ലം കന്യാകുമാരി മെമു, കൊല്ലം ആലപ്പുഴ അൺറിസർവ്ഡ് എക്സ്പ്രസ്, ആലപ്പുഴ കൊല്ലം അൺറിസർവ്ഡ് എക്സ്പ്രസ്, കൊല്ലം തിരുവനന്തപുരം അൺറിസർവ്ഡ് എക്സ്പ്രസ്, തിരുവനന്തപുരം നാഗർകോവിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് തുടങ്ങി 11 ട്രെയിനുകളാണ് ഇന്ന് മാത്രം റദ്ദാക്കിയിട്ടുള്ളത്. അതോടൊപ്പം 14 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. അതിൽ പൂനെ കന്യാകുമാരി എക്സ്പ്രസ് കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിക്കും. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിക്കും. ഇങ്ങനെ 14 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. എസ്കെൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അവധിക്കാലം തുടങ്ങിയതും അതോടൊപ്പം സ്ഥിരമായി ജോലിക്ക് പോകുന്ന ആളുകളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള ലോക്കൽ ട്രെയിനുകളെയാണ്. മുന്നറിയിപ്പില്ലാതെ ഈ ട്രെയിനുകൾ റദ്ദാക്കിയത് ആളുകളെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എസ്കെൻ. രാഹുൽ സുരേഷ്.